അപ്പോൾ നമ്മൾ ഡോമിനൻസിൻ്റെ കോൺസെപ്റ്റ്, എങ്ങനെയാണ് ഡോമിനൻ്റ് ട്രേറ്റ് ഉണ്ടാവണേ, എങ്ങനെയാണ് റെസിസീവ് ട്രേറ്റ് ഉണ്ടാവണേ നമ്മൾ പഠിച്ചു. സോ ഫങ്ഷണലായിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോർമൽ അലീലാണെങ്കിൽ അതൊരു നോർമൽ ഫീനോടൈപ്പ് അല്ലെങ്കിൽ നോർമൽ സബ്സ്ട്രേറ്റ് ഉണ്ടാവുന്നു. അതേസമയം മോഡിഫൈഡ് അലീലാണെങ്കിൽ മാത്രം അത് എന്തായിട്ടുണ്ടാവുന്നു, ഒരു റെസിസീവ് ട്രേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നോൺ ഫങ്ഷണൽ എൻസൈമോ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലാണ് അതൊരു എന്തായിട്ട് മോഡിഫൈഡ് അലീലായിട്ട് മാറുന്നതും അതിൽ വകെ ഒരു റെസിസീവ് ട്രേറ്റ് ഉണ്ടാവുന്നതും. അപ്പോൾ നമ്മളിനി പറയണമെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും ഇതുപോലെ ഡൊമിനൻ്റ് ട്രേറ്റ് തന്നെ ഉണ്ടാവണം F1 നിർബന്ധമില്ല. സോ മെൻഡൽ പറഞ്ഞിരുന്നു ലോ ഓഫ് ഡോമിനൻസിൽ നമ്മൾ ആ ക്രോസ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ജീൻ ഒരു മോണോഹൈബ്രിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് പ്യുവർ ട്രേറ്റുകളെ കോൺട്രാസ്റ്റിംഗ് ആയുള്ള രണ്ട് ട്രേറ്റുകളെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ F1 എപ്പോഴും ഡോമിനൻ്റ് ട്രേറ്റ് ആണ് എക്സ്പ്രസ്ഡ് ആവുക എന്നാണ് മെൻഡൽ പറഞ്ഞത്. പക്ഷേ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ട്രേറ്റ് മറ്റൊരു ട്രേറ്റിനെ സപ്രസ് ചെയ്യുകയും ഒരു ട്രേറ്റ് അതിനെ ഡോമിനേറ്റ് ചെയ്ത് ആ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ട്രേറ്റ് മാത്രം ഡോമിനൻ്റ് ആയിട്ട് വരുന്നതും സപ്രസ്ഡ് ആവുന്നത് റെസിസീവ് ട്രേറ്റ് ആവുമെന്നാണ് നമ്മുടെ ലോ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞത്. ഒരു ട്രേറ്റ് എപ്പോഴും മറ്റേ ട്രേറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. സോ ആ ലോ ഓഫ് ഡോമിനൻസ് മെൻഡൽ പറഞ്ഞത് എല്ലാ കേസിലും സെയിം അല്ല, യൂണിവേഴ്സൽ അല്ല. അതായത് പീ പ്ലാന്റിനെ തന്നെ മറ്റ് പല ക്യാരക്ടേഴ്സും സ്റ്റഡി ചെയ്തപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടിയത്. സോ പീ പ്ലാന്റിൻ്റെ പല ട്രേറ്റുകൾ സ്റ്റഡി ചെയ്തപ്പോൾ ഈ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് വേറൊരു ടോപ്പിക്കിലേക്ക് വരുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ അത് പ്രപ്പോസ് ചെയ്ത ആളാണ് കാൾ കോറൻസ് എന്ന് പറഞ്ഞ ആളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പ്രപ്പോസ് ചെയ്ത്. ഇങ്ങനൊരു ഡോമിനൻ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ, യൂണിവേഴ്സൽ അല്ലാത്ത മെൻഡൽ പറഞ്ഞതല്ലാത്ത ടൈപ്പ് ഒരു ഡോമിനൻസും കൂടിയുണ്ട്, കംപ്ലീറ്റ് ഡോമിനൻസ് അല്ലാത്ത ഒരു ഡോമിനൻസും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നു. അവിടെ അയാൾ സ്റ്റഡി ചെയ്തത് ഒരു ഫ്ലവറിലാണ്, ഇൻഹെറിറ്റൻസ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ കളറിലാണ് അയാൾ ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്തത്. ആ ഫ്ലവറാണ്, ആ പ്ലാന്റാണ് ആന്ത്രീനിയം സ്പീഷീസ്. സോ ആന്ത്രീനിയം സ്പീഷീസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഡോഗ് ഫ്ലവർ. സോ ആന്ത്രീനിയം സ്പീഷീസ് അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ, ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറാണ് കാൾ കോറൻസ് ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് അറിയാനായിട്ട് സ്റ്റഡി ചെയ്ത്. അപ്പോൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ചായിട്ട് അങ്ങനെയാണ് അയാൾക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നൊരു ഫിനോമിനൻ മനസ്സിലായത്. അതിൽ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട്, മിറാബിലസ് ജലാപ്പ അല്ലെങ്കിൽ 4 o'clock പ്ലാന്റ്, നമ്മുടെ 4 മണിപ്പൂ എന്ന് പറയുന്നത് 4 o'clock പ്ലാന്റ്. ഇത് രണ്ടിലും ഈ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റി. സോ കംപ്ലീറ്റ് ഡോമിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മെൻഡൽ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കംപ്ലീറ്റ് F1 എല്ലാവരും ഹൈബ്രിഡിൽ ഒരെണ്ണം ഡോമിനൻ്റ് മറ്റേത് റെസിസീവ് ആവും, അതുകൊണ്ട് ഡോമിനൻ്റ് ക്യാരക്ടർ മാത്രം എക്സ്പ്രസ്ഡ് ആവും എന്ന് പറഞ്ഞതിന് വിപരീതമായിട്ട് കുറച്ച് എക്സെപ്ഷൻ കേസിൽ വരുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ സ്നാപ്പ് ഡ്രാഗണിലും ആന്ത്രീനിയം അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ, മിറാബിലസ് ജലാപ്പിലൊക്കെ അത് സ്റ്റഡി ചെയ്തപ്പോൾ കണ്ടു. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡ് ഫ്ലവറും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവറിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. റെഡും വൈറ്റ് ഫ്ലവറിനെയും തമ്മിൽ ക്രോസ് ചെയ്തു ട്രൂ ബ്രീഡിംഗ് ആയിട്ട്. അവരെ ക്രോസ് ചെയ്തപ്പോൾ നാച്ചുറലി നമ്മുടെ മെൻഡൽ പറഞ്ഞ പോലെയാണെങ്കിൽ കിട്ടേണ്ടത് ഏതാണ്? റെഡ് ആയിരിക്കും അല്ലേ? ഡോമിനൻ്റ് ക്യാരക്ടർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ റെഡാണ് കിട്ടേണ്ടിയിരുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റെഡ് ആണെന്നാണ് F1 അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജനി. പക്ഷേ അവിടെ വളരെയധികം സർപ്രൈസ് ചെയ്തിട്ട് എന്താണ് കിട്ടിയത്? പിങ്ക് കളറാണ് കിട്ടിയത്. റെഡുമല്ല വൈറ്റുമല്ല കിട്ടിയത്, പകരം ഏതാണ് കിട്ടിയത്? പിങ്ക്. നോർമലി എക്സ്പെക്റ്റ് ചെയ്തത് റെഡ് ആവണമെന്നാണ്, പക്ഷേ അവിടെ ട്രൂ ബ്രീഡിങ് റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്തപ്പോൾ ആ ഫ്ലവറിൽ കിട്ടിയത് പിങ്ക് കളറാണ്. അതായത് സംതിങ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ്, റെഡിനെയും വൈറ്റിനെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു പിങ്ക് കളറാണ് ആ ക്രോസിൽ കിട്ടിയത്. അതിൽ മനസ്സിലായത് ഈ പറഞ്ഞ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ ആ ഡോമിനൻ്റ് ആയിട്ടുള്ള അലിയിൽ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ല ഇതിൽ ഈ വൈറ്റിന്. ക്യാപിറ്റൽ R കംപ്ലീറ്റ്ലി വൈറ്റിനെ ഡോമിനേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ ഈ ക്യാപിറ്റൽ R കംപ്ലീറ്റ്ലി ഈ വൈറ്റിനെ അല്ലെങ്കിൽ സ്മോൾ ആറിനെ ഡോമിനേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് കളർ കിട്ടി? പിങ്ക് കളർ കിട്ടി. ഇനി അതെങ്ങനെയാണ് നമുക്ക് ആ ക്രോസ് ഒന്ന് നോക്കാം. ആ ക്രോസ് നോക്കിയാൽ പാരൻറ്റ് ജനറേഷൻ റെഡ് ക്യാപിറ്റൽ R, പാരൻറ്റ് ജനറേഷൻ വൈറ്റ് ഫ്ലവർ സ്മോൾ ആർ. സോ ഫീമെയിൽ റെഡ്, മെയിൽ വൈറ്റ് ഫ്ലവർ. അതിനെ ക്രോസ് ചെയ്തു നമ്മൾ. ഇത് ജീനോടൈപ്പ്, ഇത് നമ്മൾ ഫീനോടൈപ്പ് റെഡ് തന്നെ ക്രോസ് ചെയ്തപ്പോൾ അതിൽ ഗ്യാമറ്റുകൾ നമ്മൾ വീണ്ടും എടുത്തതിൻ്റെ ഒരു ഗ്യാമറ്റ് കാണിച്ചാൽ മതി. സോ
ഒരു ഗാമറ്റ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ 2 ഗാമറ്റ് ഉണ്ട്, നമ്മൾ ഒന്നേ കാണിക്കുന്നുള്ളൂ. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ഗാമറ്റ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ഗാമറ്റിനെ എടുത്തു. ഇങ്ങനെ 2 ഗാമറ്റിന് ഫ്യൂസ് ചെയ്തപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സോ നോർമലി റെഡ് എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് എന്താണ് കിട്ടിയ കളർ? F1 കിട്ടിയത് പിങ്ക് ആയിരുന്നു കിട്ടിയത്. സോ നോർമൽ റെഡിന് പകരം എന്താണ് കിട്ടിയത്? പിങ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്യാപിറ്റൽ ആർ ഈ സ്മോൾ ആറിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാണ്ടിരുന്നു. സംതിങ് ഇൻ്റർ ബിറ്റ്വീൻ റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഇടയിൽ കിട്ടിയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻറ്റ്. മെൻഡൽ പറഞ്ഞത് മുഴുവൻ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, പക്ഷേ അതിന് എക്സെപ്ഷനാണ് നമ്മൾ പറയുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ പിങ്ക് കളർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മെൻഡൽ ചെയ്ത പോലെ തന്നെ F1 കിട്ടിയ ആ പ്രോജനെ വീണ്ടും സെൽഫ് ചെയ്ത് നോക്കി. ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ആ പിങ്കിനെ വീണ്ടും അത് തന്നെയായിട്ട് ആ പ്രോജനിലെ ആൾക്കാരായിട്ട് സെൽഫ് ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയതാണ് നമ്മൾ ചെക്കർ ബോർഡിൽ വരച്ചേക്കണം. നമ്മൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ എഴുതി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്തു ക്യാപിറ്റൽ ആർ ആർ ആർ. അപ്പോൾ എന്താണ് നാച്ചുറലി നമ്മൾ പറഞ്ഞ റെഡ്. വീണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? നമുക്ക് കിട്ടിയത് പിങ്ക് ആണ് കിട്ടിയത്. വീണ്ടും അടുത്തത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്താണ്? പിങ്ക്. വീണ്ടും സ്മോൾ ആർ വൈറ്റ്. സോ നമുക്ക് കിട്ടി ഒരു റെഡ് കിട്ടി, 2 പിങ്ക് കിട്ടി, ഒരു വൈറ്റും കിട്ടി. ഇതായിരുന്നു F2 ജനറേഷൻ. F2 ജനറേഷൻ കിട്ടിയത് സെൽഫ് ചെയ്തപ്പോൾ കിട്ടിയത് ഇതാണ് F2. മെൻഡലിന് കിട്ടിയ റിസൾട്ട് പോലെയല്ല കിട്ടിയത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മുടെ കാൾ കോറൻസ് ചെയ്തപ്പോൾ. സോ അതിൻ്റെ ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ കൂടി നമുക്ക് നോക്കാം. ഫിനോട്ടിപ്പിക് റേഷ്യോയിൽ ഒരു റെഡ്, 2 പിങ്ക്, ഒരു വൈറ്റ് അല്ലേ? ഒരു റെഡ്, 2 പിങ്ക്, ഒരു വൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റേഷ്യോ എത്ര? 1:2:1. 1 റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. ഇനി നമ്മൾ അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ നോക്കിയേ. ജീനോടൈപ്പിക് റേഷ്യോ നോക്കിയപ്പോൾ 1 ക്യാപിറ്റൽ ആർ. എങ്ങനത്തെ റെഡാണ് കിട്ടിയത്? ഇങ്ങനത്തെ റെഡ് കിട്ടി. ഇനി 2 പിങ്ക്, അതെങ്ങനെ കിട്ടിയത്? 2 RR. 2 പിങ്ക്, ദെൻ അഗെയിൻ ഒരു വൈറ്റ്. സോ റെഡ്, 2 പിങ്ക്, ഒരു വൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടുത്തെ റേഷ്യോ നോക്കിയേ, ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എന്താണ്? ഒരേപോലെയാണ്. നമ്മുടെ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് പ്രകാരം ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 3:1 ആയിരുന്നു. 3 ടോള്, ഒരു ഡ്വാർഫ്. അതുപോലെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 1:2:1. ഇവിടെ ജീനോട്ടിപ്പിക് റേഷ്യോ അങ്ങനെ തന്നെയാണ് 1:2:1. പക്ഷേ ഈ 2 എന്നുള്ളത് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? പിങ്ക് ആണ് കിട്ടിയത്. ഡോമിനൻ്റ് ആയിട്ടുള്ളതല്ല, ഇൻകംപ്ലീറ്റ് ഡോമിനൻ്റ് കാണിക്കുന്ന പിങ്ക് കളറാണ് കിട്ടിയത്. സോ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ സെയിം ആണ്. 1:2:1 1:2. ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2. സോ മെൻഡലിൻ്റെ 3:1 1:2:1 ആണ് ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എങ്ങനെയാണ്? ഫിനോട്ടിപ്പിക് റേഷ്യോ ജീനോട്ടിപ്പിക് റേഷ്യോ രണ്ടും സെയിം ആണ്, 1:2:1. സോ എല്ലാത്തിലും കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നില്ല എന്നുള്ളതിന് ഒരു എക്സെപ്ഷനാണ് നമ്മൾ പഠിക്കുന്ന സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവറിൽ കിട്ടുന്ന റെഡിൻ്റെയും വൈറ്റിൻ്റെയും ക്രോസിലൂടെ കിട്ടുന്ന പിങ്ക് കളർ. ഇൻസ്റ്റെഡ് ഓഫ് റെഡ് കിട്ടിയത് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ, അതായത് പിങ്ക് കളർ. റെഡിൻ്റെയും വൈറ്റിൻ്റെയും മിഡിലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കിട്ടി. അതായത് കംപ്ലീറ്റ് ഡോമിനൻസ് എല്ലാത്തിലും കാണിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നർത്ഥം. സോ സ്നാപ് ഡ്രാഗണിൽ ചെയ്ത ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണിത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ പറഞ്ഞ പോലെ റെഡ് ഫ്ലവർ, പാരൻറ്റ് ജനറേഷൻ റെഡ് ഫ്ലവർ, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ. സോ റെഡിനെയും വൈറ്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. സോ സാധാരണ നമ്മുടെ മെൻഡൽ പറഞ്ഞ ഡോമിനൻസ് കംപ്ലീറ്റ് ഡോമിനൻസിന് പകരമായിട്ട് യൂണിവേഴ്സലാണെന്ന് വിചാരിച്ചു, പക്ഷേ യൂണിവേഴ്സൽ അല്ല, എക്സെപ്ഷൻ കേസ് ഉണ്ടെന്ന് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലായി. സോ ഈ റെഡിൻ്റെ ഗാമറ്റുകൾ, വൈറ്റിൻ്റെ ഗാമറ്റ് ഒരെണ്ണം നമ്മൾ എടുത്ത് എഴുതുള്ളൂ, 2 ഇൻഡിവിജ്വലായിട്ട് എഴുതണ്ട. കാരണം 2 എഴുതിയാലും ഒരേപോലെയാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡിൻ്റെ ഒരു ഗാമറ്റ്, വൈറ്റിൻ്റെ ഒരു ഗാമറ്റ് രണ്ടും കൂടി ഫെർട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഓസ്പ്രിങ് ആയ F1 ജനറേഷനിൽ കിട്ടിയത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ എന്താണ്? റെഡാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കിട്ടിയത് എന്താണ്? F1 ജനറേഷൻ ഇൻസ്റ്റഡ് റെഡിൻ്റെ പകരം നമുക്ക് കിട്ടിയത് പിങ്ക് കളറാണ്, റെഡും വൈറ്റും. സോ ഈ റെഡിന് വൈറ്റിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് കിട്ടി? എല്ലാ ഫ്ലവേഴ്സും പിങ്കായി മാറി. ഇനി നമ്മൾ അതിനെ വീണ്ടും സെൽഫ് ചെയ്തു. ഈ F1 ജനറേഷനിൽ എല്ലാവരെയും സെൽഫ് ചെയ്തു. നമ്മുടെ സെൽഫ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയത് നോക്കിയാൽ ക്യാപിറ്റൽ ആർ റെഡ് കിട്ടി. വീണ്ടും നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ
പിങ്ക് കിട്ടി. വീണ്ടും അതിൻ്റെ ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ വീണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക്, സ്മോൾ ആർ വൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി ഒരു റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. സോ F2 ജനറേഷനിൽ F1-ലുള്ളവരെ തന്നെ സെൽഫ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഫിനോടിപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. സോ 1:2:1. ഇൻസ്റ്റെഡ് നമ്മുടെ മെൻ്റലിൻ്റെ ഇതിലെന്താ കിട്ടിയത്? 3:1. 3 ടോള് 1 ഡോർഫ് കിട്ടി. അതിന് പകരം ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? 1:2:1 ആണ്. അതിലും എന്താണ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് സൂചിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡാണ് കിട്ടിയത്. ജീനോടൈപ്പിക് റേഷ്യോ ഇതുപോലെ തന്നെ ഒരു പ്യുവർ ഹോമോസൈഗസ് റെഡ്, 2 ഹെട്രോസൈഗസ് ആയിട്ടുള്ള പിങ്ക്, 1 ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ്. സോ അവിടെയും എന്താണ്? 1:2:1. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിനോടിപ്പിക് റേഷ്യം ജീനോടിപ്പിക് റേഷ്യം സെയിം ആയിരുന്നു. സോ നമ്മുടെ സ്നാപ് ഡ്രാഗണിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിച്ചാൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇത് കാണിക്കുന്നത്. സോ ഈ റെഡിന് വൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിങ്ക് കളർ കിട്ടി. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമ്മുടെ ഫ്ലവറിൽ നമുക്ക് നോക്കി കാണാം, റെഡ് ഉണ്ട്, അതുപോലെ ഇവിടെ കാണുന്ന ഇടയിലുള്ള കളറുകൾ നമുക്ക് കാണാൻ പറ്റും, അതാണ് പിങ്ക് കളർ.